പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ലൊരു ദിനം കൂടെ ലഭിച്ചിരിക്കുമ്പോൾ അതിന് നമ്മെ യോഗ്യരാക്കി തീർത്ത ആ നല്ല കർത്താവിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തി നമുക്ക് വേദവചനം വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം. എബ്രായർ 6:15. അങ്ങനെ അവൻ ദീർഘക്ഷമയോടിരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. അബ്രാഹാമിനെ കുറിച്ച് പറയുന്നതാണ്. അങ്ങനെ അവൻ ദീർഘക്ഷമയോടിരുന്ന് ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ നിവർത്തി എപ്പോൾ പൂർത്തീകരിക്കണമെന്ന് പ്ലാൻ ചെയ്യുന്നതും നിവർത്തിക്കുന്നതും സ്വർഗത്തിലെ ആ ദൈവമാണ്. എന്നാൽ വാഗ്ദത്തം കേട്ടവന്റെ ഉത്തരവാദിത്തമാണ് അതിനുവേണ്ടി കാത്തിരിക്കുക എന്ന്. ഇന്ന് പകല് കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തന, നിശ്ചയമായും അത് നിവർത്തിച്ചു തരുവാൻ ആ ശക്തനായ ദൈവമാണ്. സങ്കീർത്തനീയനെ വായിക്കുന്ന കർത്താവേ, എന്നോട് കൃപയുണ്ടാകണമേ, ഇടവിടാതെ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. യെസ്, വാഗ്ദത്തം ചെയ്തവനായ ദൈവം നമ്മോട് കൃപ കാണിക്കും. കൃപ കാണിക്കുന്നവനോട് ഇടവിടാതെ നിലവിളിക്കുകയും കൂടി ചെയ്യുമ്പോൾ നിശ്ചയമായും അതൊരു പൂർത്തീകരണത്തിലേക്ക് എത്തിച്ചേരും. അത് നഷ്ടമല്ല, ലാഭമാണ്, അനുഗ്രഹമാണ്. വിശ്വസ്തനായ വിശ്വാസികളുടെ പിതാവെന്ന് വിളിക്കപ്പെടുന്ന അബ്രഹാം കാത്തിരുന്നത് പോലെ ദീർഘക്ഷമയോടെ കാത്തിരുന്ന് ആ വാഗ്ദത്തങ്ങളെ പ്രാപിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന ഏവരെയും സ്വർഗത്തിലെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.